ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എങ്ങനെ പഠിക്കണം, അതായത് നമുക്കൊരു സ്ട്രാറ്റജിക് പ്ലാൻ വേണം അല്ലേ. ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഒരു പ്ലാൻ, ഓക്കെ, നമ്മളിടുന്ന പ്ലാൻസ് ഒന്നും എപ്പോഴും നടക്കത്തില്ലായിരിക്കും. ബട്ട് ഈവൻ ദോ നമുക്കൊരു പ്ലാൻ ഇല്ല, നമ്മൾ റാൻഡംലി ചുമ്മാ കിടന്ന് ചെയ്താൽ ലൈക്ക് ഇറ്റ് വോണ്ട് വർക്ക് ആക്ച്വലി. അപ്പോൾ നമുക്കൊരു പ്ലാനോടെ പഠിക്കാം. അപ്പോൾ എല്ലാവരും പൊതുവെ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാം ആദ്യം എന്നുള്ള രീതിയിൽ ഓർഗാനിക് കെമിസ്ട്രി ആയിരിക്കും ആദ്യം എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്നവരുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലൈക്ക് നോർമലി ഓർഗാനിക് കെമിസ്ട്രിയിലെ കുറേ ഫോമുലാസും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നല്ല, ഇടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മറക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ ഭയങ്കര ലൈക്ക് എങ്ങനെ വീക്ക്ലി മെമ്മറി ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ 1-2 ദിവസം മുന്നേ റിഫ്രഷ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം ഞാൻ ഇവിടെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഈ സൈഡിലായിട്ട് എല്ലാ ചാപ്റ്റേഴ്സിനും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറയാം. അപ്പം ഞാൻ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനലൈസ് CBSE തന്നെ ഇറക്കിയ സിലബസിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഇലക്ട്രോ കെമിസ്ട്രിയിൽ അറൗണ്ട് 9 മാർക്കാണ് വരുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ അത്ര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ അതിൻ്റെ ഫോമുലാസ്, അതിൻ്റെ ഗ്രാഫ്സ് എല്ലാം വൃത്തിക്ക് പഠിക്കണം. അപ്പം നമുക്കിനിയും ഒന്ന് പ്ലാൻ നോക്കിയാലോ. അപ്പം ഡേ 1 എന്താ ചെയ്യേണ്ടത്? ഡേ 1 ഞാനിപ്പം പഠിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഐഡിയൽ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ലൈക്ക് ഇതിപ്പം ഏത് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും, ഇപ്പം നോർമൽ ആയിക്കോട്ടെ, ആവറേജ് ആയിക്കോട്ടെ, ആവറേജ് നോർമൽ ഈക്വലാണ്, ശരിയാണ്. ഓക്കെ, എന്താണെങ്കിലും ഇപ്പം ഭയങ്കര ഹൈ ടോപ്പ് ആണെങ്കിലും ഭയങ്കര ഒരു ലോ ആയിട്ടുള്ള ഇത് പഠിച്ച് വരുന്നേ ഉള്ളൂ എന്നുള്ളൊരു മോഡ് ആൾക്കാർക്കാണെങ്കിലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റേഴ്സാണ് സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്. ഇത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, പക്ഷേ ടിപ്പിക്കലി ആ ഒരു എല്ലാത്തിനും ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ലൈക്ക് ഈ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ആ ഇലക്ട്രോ കെമിസ്ട്രിയുടെയും കെമിക്കൽ കൈനറ്റിക്സിനെയൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോഴത്തേക്കും അപ്പോൾ ഈ സൊല്യൂഷൻ ഉണ്ട്, ഇലക്ട്രോ കെമിസ്ട്രി ഉണ്ട്, കെമിക്കൽ കൈനറ്റിക്സ് ഉണ്ട്. അപ്പം ഡേ 1, അതായത് ഇന്നാണിപ്പം ഡേ 1, ഞാൻ കുറച്ച് നമ്മളിപ്പോൾ ഒരു ഹാഫ് ഡേ മാത്രം കൂട്ടിയാൽ മതി, നാളെയും കൂടി വേണേൽ പഠിച്ചോളൂ. അപ്പോൾ ഇല്ല, സൊല്യൂഷന്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സിൻ്റെ ആദ്യം പോർഷൻസ് വേഗം നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ തപ്പി പിടിക്കുക. അല്ലെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ താഴെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അല്ലെങ്കിൽ വേണ്ട എവിടെന്നെങ്കിലും കണ്ട്, ലൈക്ക് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കുറച്ച് റിസോഴ്സസും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, ഇനി നമുക്ക് ഡേ 2 പ്ലാൻ എന്താ നോക്കാം. അപ്പം ഡേ 2 പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇൻഓർഗാനിക് കെമിസ്ട്രിയാണ്. D&F ബ്ലോക്ക് ഇറ്റ്സ് വെരി ഡാം ഇമ്പോർട്ടൻറ്റ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചാപ്റ്ററാണ്, കാരണം കുറേ കളർ ചേഞ്ച്, എനിക്കറിയത്തില്ല, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ആ ചാപ്റ്റർ പഠിക്കാൻ തന്നെ. കാരണം കുറേ കളർ ചേഞ്ചസ് ഒക്കെ അതിനകത്ത് വരുന്നില്ല. ഒരു കോമ്പൗണ്ട്, ഒരു കാർബണൊക്കെ മാറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം മാറ്റി, ഒരു എലമെൻറ്റ് മാറ്റിയാൽ തന്നെ കളർ മാറുന്നു എന്നുള്ളൊരു മെക്കാനിസം കാണുമ്പം ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട സംഭവമാണ്, ഇഷ്ടപ്പെട്ട് പഠിച്ച ചാപ്റ്ററാണ് ഞാൻ കോർഡിനേഷൻ കോമ്പൗണ്ട്. പിന്നെ അമീൻസ് ഓർഗാനിക് ആണോ ഇൻഓർഗാനിക് എന്ന് വെച്ചാൽ അതൊരു മിക്സായിട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പം ഞാനിപ്പോൾ അതിന് ഓർഗാനിക്കിലാണ് വെച്ചിരിക്കുന്നത്, D&F, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, അമീൻസ്. ഓക്കെ, അതാണ് ഡേ 2 പ്ലാൻ. ഇനി ഡേ 3 ഞാൻ എന്ത് പഠിക്കും? ഡേ 3 ഞാൻ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കും. അതിൽ വൃത്തിക്ക് ഹാലോ ആൽക്കീൻസ്, ഹാലോ അരീൻസ്, പിന്നെ ആൽക്കഹോൾ, ഫീനോൾ ഈതർ, ആൽഡിഹൈഡ്, കീറ്റോണ്, പിന്നെ കാർബോസിലിക് ആസിഡ്, ഇതൊക്കെ ആയിരിക്കും ഞാൻ പഠിക്കുന്നത്. ഡേ 3 ഞാൻ പഠിക്കാൻ പോകുന്നത് ഈ 3 ചാപ്റ്റർ ആയിരിക്കും. കാരണം ഈ 3 ചാപ്റ്ററിൽ എന്ന് വെച്ചാൽ കുറേ ഫോമുലാസും ഇക്വേഷൻസും ഒക്കെ ഉണ്ട്. അപ്പം ഒരു 3rd ഡേ, അതായത് നമ്മുടെ ഇപ്പം 24th എടുക്കുവാണെങ്കിൽ 24th നമ്മളിത് നോക്കിയാൽ നമുക്ക് റിമെമ്പർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നേം തുടങ്ങേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്കൊരു മെമ്മറി പവർ കുറച്ചുകൂടി കൂടും. നമ്മൾ തലേന്ന് നോക്കുന്നതും അല്ലെങ്കിൽ ആ ഡേ നോക്കുന്ന കാര്യങ്ങളിലും നമ്മൾ എക്സാം പേപ്പറിലേക്ക് അല്ലെങ്കിൽ പകർത്തി എഴുതുന്നതിൻ്റെ ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ ആ ഒരു പ്രപ്പോർഷനാലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതായത് മറക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എക്സാമിന് 2 ദിവസം മുന്നേ പഠിക്കുക. അതായത് ഒരു കണ്ടീഷനുണ്ട്, നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചിരിക്കണം കേട്ടോ, അല്ലാതെ ഒന്നേന്ന് തുടങ്ങാൻ നിന്ന പണി കിട്ടും ചിലപ്പം. അപ്പം എങ്ങനെ എല്ലാത്തിൻ്റെയും പ്ലാനിൽ ഞാൻ പറയുന്ന കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരിക്കണം കേട്ടോ, അത് നോക്കിയേ പറ്റും. പിന്നെ എല്ലാ ചാപ്റ്ററിനെയും സ്പെസിഫിക് ടോപ്പിക്സ് ഉണ്ട്. ഈ ടോപ്പിക്സ് കവർ ചെയ്തു നിങ്ങൾ ആക്ച്വലി ശരിക്കും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. അതായത് ഈ ഒരു ടോപ്പിക്സ് എങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന് കവർ ചെയ്തിരിക്കണം. ആ വീഡിയോ ഞാൻ അടുത്ത ഒരു വീഡിയോയിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം. അതായത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻറ്റ് എന്ന് ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി അടുത്ത വീഡിയോയിൽ അത് ഷെയർ ചെയ്യാം. ഓക്കെ,
ഇനി നമുക്ക് ഡേ 4 പ്ലാൻ എന്ന് വെച്ചാൽ ബയോമോളിക്യൂൾസ്. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. 7 മാർക്ക് അതുകൊണ്ട് കിട്ടുന്നത്. ലൈക്ക് നമ്മളിപ്പം എല്ലാ ഫോർമുല പഠിച്ച് അത് ചോദിക്കണം എന്ന് പോലുമില്ല, കുറേ ഫോർമുലാസ്. പക്ഷേ ബയോമോളിക്യൂൾസിലൊക്കെ അറിയാമല്ലോ, കുറേ ലിങ്കേജ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയാം. അതിനകത്ത് ഫിഗറും ലൈക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണുള്ളത്. പക്ഷെ അത് കുറച്ച് പഠിക്കാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ എന്നാലും അത് സിമ്പിളാണ്. ബാക്കി ഓർഗാനിക് കെമിസ്ട്രി വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് വെരി സിമ്പിൾ. സോ ബയോമോളിക്യൂൾസ് പഠിക്കാതെ പോവരുത്, അത് ഭയങ്കര വലിയ മണ്ടത്തരമായിരിക്കും. പിന്നെ സമയം കിട്ടുവാണെന്നല്ല, ഒരു ഡേ 5 അല്ലെങ്കിൽ ഡേ 4 ഒരു സ്ട്രെച്ച് PYQ, അതായത് ഒരു 3 മണിക്കൂർ നിങ്ങളൊന്ന് ഇരിക്കണം. ഇരുന്നൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം തന്നെ, എന്നിട്ട് അതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യണം. അത് നമുക്കൊരു ടെൻഡൻസി, ഓക്കെ, നമുക്ക് ആ ഒരു എക്സാമിനെ ഓവർകം ചെയ്യാനുള്ള ഫിയറും കാര്യങ്ങളൊക്കെ മാറും. പിന്നെ ലാസ്റ്റ്, അതായത് 24-ൽ CBSE പബ്ലിഷ് ചെയ്ത സാമ്പിൾ പേപ്പർ നോക്കാതെ പോകരുത്. ചിലപ്പം ക്വസ്റ്റ്യൻസ് വരാൻ നല്ല സാധ്യതയുണ്ട് സാമ്പിൾ പേപ്പറിൽ നിന്ന്. അത്രയേ ഉള്ളൂ. ഇനിയിപ്പം ഡേ 5-ലാണ് പ്രാക്ടീസ്. ഞാനതും എല്ലാം ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. റിവൈസ് എല്ലാ ഇക്വേഷൻസും ഫോർമുലാസും തലേന്ന് നോക്കണം. എല്ലാ ഇക്വേഷൻസും ഫോർമുലാസും പറ്റുവാണെങ്കിൽ എഴുതുകയും വേണം. മറക്കത്തൊന്നുമില്ല. നമ്മൾ അത്രയും വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും മറക്കാൻ പോകുന്നില്ല. കറക്റ്റ് സമയത്ത് എല്ലാം നമ്മൾ ഓർക്കും. പക്ഷെ ആ ഒരു ചെയ്യേണ്ട രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഒരു റഫായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡേ ആയിട്ടുള്ള ഇന്ന് നമ്മൾ ആക്ച്വലി കെമിക്കൽ കൈനറ്റിക്സ്, അതായത് ഫിസിക്കൽ കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സൊക്കെ തീർക്കുക. കാരണം അതിൻ്റെ ഫോർമുലാസൊക്കെ ഭയങ്കര ലൈക്ക് അതിനൊരു ചേഞ്ച് ഒന്നും വരത്തില്ല. ആ ഫോർമുലാസ് നമുക്ക് ആ ഒരു തിയറിറ്റിക്കൽ പാർട്ട് മനസ്സിലായെങ്കിൽ, ഗ്രാഫ് വരയ്ക്കാനും എല്ലാം അറിയാമെങ്കിൽ അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഇൻഓർഗാനിക് കെമിസ്ട്രിയാണ്. അത് ഞാൻ പറഞ്ഞു, DMFും പിന്നെന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സും ഒക്കെയാണ്. അതും അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കാം. പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ടും പാടുള്ള ആൾക്കാരാണെങ്കിൽ പ്രീവിയസ് ഇയർ 2 വർഷം ചോദിച്ചിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് എടുക്കുക, പഠിക്കുക കേട്ടോ. ഇനിയിപ്പം അടുത്ത എന്ന് പറഞ്ഞാൽ ബയോമോളിക്യൂൾസ് മാർക്ക് മേടിക്കാൻ അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. 7 മാർക്ക് നമ്മുടെ കയ്യിലോട്ട് കിട്ടും. യെസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി. ഒരു 5 ഡേ പ്ലാനാണ്. എല്ലാത്തിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്യാതെ നമ്മൾ പഠിക്കരുത്. പിന്നെ എല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ട്. അത് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിലിടാം, അല്ലെങ്കിൽ ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് അത് കാണിക്കാം കേട്ടോ. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. പഠിക്കുക. ഇനിയിപ്പോൾ ഒരു 3-4 ദിവസം കൂടെ ഉള്ളൂ. അത് വൃത്തിക്ക് യൂസ് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് വിഷമിച്ചിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ കാര്യമൊന്നുമില്ല. അപ്പം പഠിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. കാരണം ഈ ഒരു കെമിസ്ട്രിയുടെ ഒരു ട്രെൻഡാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന്. പക്ഷെ നമുക്കറിയത്തില്ല, എല്ലാം CBSEയുടെ കയ്യിലാണുള്ളത്. അവർക്ക് തോന്നുന്ന രീതിയിലാണ് അവർ ഓരോന്നൊക്കെ ചെയ്യുന്നതും. ലൈക്ക് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും വന്നിട്ടില്ല. സോ നമുക്ക് ഒരിക്കലും അത് അഷ്യൂർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ നമ്മുടെ എഫേർട്ട് ഇടുവാണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും. സോ അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ഞാൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറഞ്ഞുതരാം. ബൈ.